ഇന്ന് രാവിലെ അങ്ങ് തള്ളി മറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പറഞ്ഞപ്പോഴേ മനസ്സിലായല്ലോ. ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഗൈസ്. അങ്ങ് തള്ളാമെന്ന് വിചാരിച്ചു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചേട്ടായിക്കുള്ള കട്ടനാണ് എടുത്തു വെച്ചേക്കുന്നത്. കട്ടനല്ല, സോറി, കാപ്പിയാണ് എടുത്തു വെച്ചേക്കുന്നത്. മധുരമില്ലാത്ത കാപ്പിയാണ് ഇപ്പോൾ ചേട്ടായി കുടിക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ട് എന്തോ ചെയ്യാൻ പോയി. അപ്പോൾ വെള്ളം അങ്ങ് വറ്റിപ്പോയി. അപ്പോൾ ബാക്കിയും കൂടെ കുറച്ച് വെള്ളവും കൂടെ എടുത്ത് തിളപ്പിച്ചൊഴിക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താണ് എടുക്കുന്നത്, ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് 2 ദിവസമായി കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് എടുക്കുന്നതെന്നൊന്നും അറിയാൻ വയ്യ. അപ്പോൾ കൂമ്പ് തോരനാണ് ഉച്ചക്കലത്തേന് വെക്കുന്നത്. ചോറ് ഇതാ വെന്തുകൊണ്ടിരിക്കുന്നു അടുപ്പത്തിരുന്ന്. അതിൻ്റെ കൂടെ കൂമ്പ് തോരനും കൂടി അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. ഈ കൂമ്പ് ചേട്ടായിയുടെ അമ്മയുടെ അടുത്ത് പോയപ്പോൾ അമ്മ തന്നു വിട്ടതാട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ട് കൂമ്പ് തോരനും അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ തേങ്ങയൊക്കെ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ഉള്ളി, എന്താ പറയുക, അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ എന്താണ് വേണ്ടതെന്നൊക്കെ. തോരന് ചതയ്ക്കുന്ന സാധനങ്ങളൊക്കെ എന്താണെന്ന്. അപ്പോൾ നമ്മുടെ ചതച്ച തേങ്ങയെല്ലാം കൂടെ ചേർത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് തത്തിപ്പൊത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ സൗണ്ടിന് ചില വ്യത്യാസങ്ങളൊക്കെ വരും. അതായത് തൊണ്ട ശരിയല്ല കേട്ടോ. കഫക്കെട്ടിൻ്റെ ഒരു ചെറിയ അസ്കിത ഉള്ളതുകൊണ്ട് ഈ ഒരു സൗണ്ട് വ്യത്യാസം തോന്നും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഇളക്കിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനെന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല കേട്ടോ. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ വന്ന് എല്ലാം റെഡിയാക്കുക. ഉച്ചക്കലത്തേനും രാവിലത്തേനും കാപ്പിയും ലഞ്ചും റെഡിയാക്കുന്ന ഒരു ശീലമൊന്നും എനിക്കില്ല. ചില ദിവസങ്ങളിൽ സമയമുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ ഉച്ചക്കലത്തേനോടുള്ളത് പെട്ടെന്നങ്ങ് ആക്കി വയ്ക്കും. അപ്പോൾ ജോലി കഴിയും. അങ്ങനെയാണ്. പക്ഷേ ചില ദിവസങ്ങളിൽ സമയം കാണത്തില്ല കേട്ടോ. താമസിച്ച് പോകും എഴുന്നേൽക്കുന്നത്. ആ ദിവസങ്ങളിൽ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സമാധാനത്തോടെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നീലൂട്ടനെ ചേട്ടായി കൊണ്ടുവിട്ടുള്ളൂ കേട്ടോ അംഗൻവാടിയിൽ. അതുകൊണ്ട് എനിക്ക് ആ ഒരു ജോലി കുറഞ്ഞു കിട്ടും. അങ്ങനെയാണ്. ചില ദിവസങ്ങളിൽ ചേട്ടായിക്ക് നേരത്തെ പോകേണ്ട ദിവസങ്ങളിൽ ഞാനാണ് കൊണ്ടുവിടുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നീലൂട്ടനെ റെഡിയാക്കി ഞാൻ കൊണ്ടുവിട്ടിട്ട് വന്നിട്ടാണ് ഉച്ചക്കലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ രാവിലെ താമസിച്ചാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഞാൻ രാവിലെ സമാധാനത്തോടെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിച്ച് നീലൂട്ടനെയും ചേട്ടായിയൊക്കെ വിട്ടിട്ട് ആണ് ഞാൻ ബാക്കി ഉച്ചക്കലത്തേനുള്ള ലഞ്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്യുന്നത്. വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻകറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ ഇട്ടിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് തുടച്ച് ബാക്കി എല്ലായിടവും ഒന്ന് തുടച്ച് ക്ലീനാക്കി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചു. ഇനി അടുക്കളയിലെ പരിപാടികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ക്ലീനാക്കി. ഉച്ചക്കലത്തേന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചോറും വാഴക്കൂമ്പ് തോരനും അയില മീൻകറിയാണ്. പിന്നെ ഇന്നലത്തെ മോരുകറി ഇരിപ്പുണ്ട്. അതും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ദോശമാവ് കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനാണ് നീലൂട്ടനെ അംഗൻവാടിയിൽ കൊണ്ടുവിടാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ഫ്രീ ആട്ടോ. ഇനി ബാക്കി പരിപാടികൾ വീട്ടിൽ തൂക്കാനും വാരാനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നീലൂട്ടനെ എന്താ ഞാൻ റെഡിയാക്കി ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളിനി അംഗൻവാടിയിലോട്ട് പോവാട്ടോ. നീലൂട്ടനെ കൊണ്ടുവിട്ടിട്ട് ഞാൻ തിരിച്ചു വരും. കാര്യം ചേട്ടായിക്ക് ഇന്ന് രാവിലെ 7 മണിക്ക് പോകണമായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് പോവാട്ടോ. കുറച്ച് ദൂരം നടന്നപ്പോഴത്തേനും നീലൂട്ടന് കാല് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ബൈക്കിൽ പോയി നീലൂട്ടനാണെങ്കിൽ നടന്ന് വരാനേ വയ്യ കേട്ടോ. ഭയങ്കര മടിയാ. ഒരു 10 ചുവട് അങ്ങോട്ട് നടക്കുമ്പോഴത്തേനും എൻ്റെ ഫ്രണ്ടിൽ കയറി നിന്നിട്ടുണ്ടല്ലോ, അമ്മ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് നിൽക്കും. പിന്നെ ഒരടി പോലും അവൻ ഫ്രണ്ടിലോട്ട് നടക്കത്തില്ല. കുറച്ച് ദൂരം ഞാൻ എടുത്ത് നടന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു നടന്ന് വാ, പയ്യെ നടന്നു വാന്ന് പറഞ്ഞപ്പോൾ നടന്നു. ഇന്ന് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, പയ്യെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതാ അംഗൻവാടിയിലോട്ട് പോവാം. ഇനിയിപ്പോൾ വൈകിട്ടൊരു 3-3:15 ആകുമ്പം ചേട്ടായിയാണ് വിളിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ 3 ആകുമ്പോൾ ചേട്ടായി വണ്ടിയും കൊണ്ട് പോകും. ഞാനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 3 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങും കേട്ടോ. കാരണം ഞാൻ നടന്നങ്ങ് ചെല്ലണ്ടേ.
അങ്ങനെ ഞാൻ നീലൂട്ടനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് ദോശ എടുത്ത് കഴിക്കുന്നുണ്ട്. ഞാൻ ഒരു ദോശ നീലൂട്ടന് കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കി ദോശ ഞാൻ കഴിച്ചിട്ടാണ് അവനെ കൊണ്ടുവിടാനായിട്ട് പോയത്. വന്നപ്പോൾ ഒന്നും കൂടി വിശന്നു. പിന്നെ ഞാനൊരു കഷ്ണം മീനും കൂടി എടുത്തിട്ട് ദോശ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ജ്യൂസ് അടിക്കാനായിട്ട് പോകട്ടോ. ചേട്ടായിക്ക് ഓറഞ്ച് 2 കിലോയോ എങ്ങാണ്ടാന്ന് തോന്നുന്നു 100 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ അതും തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. തണ്ണിമത്തൻ 4 കിലോ 100 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടിയിട്ട് ഓറഞ്ചും തണ്ണിമത്തനും കൂടെ, ഓറഞ്ചാണെങ്കിൽ വാടിയ ഓറഞ്ചായിരുന്നു കേട്ടോ. അവർ ലാഭത്തിന് തരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അതും കൂടി ഇട്ട് ജ്യൂസ് അടിച്ചു. ഞാൻ സെപ്പറേറ്റ് അടിച്ചു കേട്ടോ. തണ്ണിമത്തൻ മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് ജ്യൂസ് അടിച്ചു, എനിക്ക് നീലൂട്ടനും കൂടെ. എനിക്ക് ആ ഓറഞ്ച് പിടിക്കുന്നില്ലായിരുന്നു കുടിച്ചിട്ട്. അപ്പോൾ ചേട്ടായിക്കുള്ള ഒരു ഗ്ലാസ് ജ്യൂസും കൂടി എടുക്കുക കേട്ടോ. എനിക്കുള്ള ജ്യൂസ് ആണ് ആ ഒരു നീല പാത്രത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് 3:30 ആയപ്പോഴത്തേനും ഞാൻ മിറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയപ്പം ചേട്ടായി കഴിച്ചിട്ട് പോയി. നീലൂട്ടനെ ഉച്ചക്കലത്തേത് വന്നിട്ടാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ നീലൂട്ടനെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മിറ്റം തൂപ്പും പരിപാടിയിലോട്ടാണ് കടന്നിരിക്കുന്നത്. ഇനിയിപ്പം കുളിച്ചിട്ട് നേരെ വിളക്ക് കത്തിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ദിവസത്തിൽ നടന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.